BJP സംസ്ഥാന അധ്യക്ഷൻ മരുമകൻ എന്ന രീതിയിലൊക്കെയാണ് താങ്കളെ വിശേഷിപ്പിക്കുന്നത്. അല്ല, അധിക്ഷേപങ്ങളാണ് നടത്തുന്നത്. അധിക്ഷേപങ്ങൾ ഒരു മന്ത്രിയെ വിലയിരുത്തുക എങ്ങനെയാണ്? ആ മന്ത്രി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിച്ചതോ നിർവഹിക്കാത്തതോ ആയ കാര്യങ്ങളിൽ വിമർശനമാകാം, പിന്തുണയാകാം. ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം എല്ലാവരും ഇല്ല, ചില കോണുകളിൽ നിന്ന് ചിലർ വ്യക്തി അധിക്ഷേപം നടത്തുന്നു, വ്യക്തിഹത്യ നടത്തുന്നു. മന്ത്രിമാർ പല നിലയിലുള്ള വിമർശനങ്ങൾ നേരിടാറുണ്ട്. പക്ഷേ ഇങ്ങനെ ചരിത്രത്തെ മായ്ച്ചു കളഞ്ഞുകൊണ്ട്, ഒരു വ്യക്തിയുടെ ചരിത്രത്തെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് അധിക്ഷേപം നേരിടുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ എനിക്കായിരിക്കും. ഞാൻ എന്ന് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. സ്കൂൾ കാലം മുതൽ തുടങ്ങിയാണ്. അപ്പോൾ വ്യക്തി അധിക്ഷേപം നടത്തുന്നവരുടെ ലക്ഷ്യം ഒരു മനുഷ്യനെ ഇല്ലാതാക്കുകയാണ്. ആ മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തെ തകർക്കുക എന്നുള്ളതാണ്. ആത്മവിശ്വാസമില്ലാത്തൊരു മനുഷ്യന് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല, അത് ഏത് മേഖലയായാലും. അത് ലക്ഷ്യം വെച്ചാണ് തുടർച്ചയായി വ്യക്തി അധിക്ഷേപം നടത്തുന്നത്. പക്ഷേ ആ വ്യക്തി അധിക്ഷേപം തീർച്ചയായും തുടർച്ചയായി ചില കോണുകളിൽ നിന്ന് നടക്കുന്നത് നേരിടുക എന്ന് പറയുമ്പോൾ അതിന് ജനങ്ങളുടെ പിന്തുണയുള്ളത് കൊണ്ട് തന്നെ അത് നേരിട്ട് പോകാനാവും. ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിച്ച് പോവുക എന്നുള്ളതാണ്. ആ കാര്യമാണ് ഈ 5 കൊല്ലം ചെയ്തിട്ടുള്ളൂ. ഇതിനൊന്നും മറുപടി പറയാൻ നിന്നിട്ടില്ല. അത് ഇനിയും നിൽക്കാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല.